ഒന്നാമത്തെ ഒരു സന്ദേശം പറയാം. ഈ അധ്യായത്തിൽ 2 പേരുടെ കാത്തിരിപ്പിൻ്റെ മറുപടി ഇറങ്ങി വെളിപ്പെട്ടൊരു അധ്യായമാണ്. ഇനി അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ഇച്ചിരൂടെ കടന്നു പറയാം. സ്തോത്രം. കാത്തിരിപ്പിന് മറുപടി വെളിപ്പെട്ടെന്ന് മാത്രമല്ല, ആദ്യം അത് കാതിൽ കേട്ടു, പിന്നെ അത് ഉദരത്തിൽ അനുഭവിച്ചു. കേട്ടതും അനുഭവിച്ചതും ഒന്നിച്ച് അവർ തുള്ളിച്ചാടുന്നൊരു അധ്യായമായ അധ്യായം. അങ്ങനെ അന്ന് ഈ അധ്യായത്തിൽ നിന്നുകൊണ്ടിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനും ഒരു ദൂത് നിങ്ങളോട് പറയാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നിന്നോട് കാതിൽ പറയാനുണ്ട്, നിൻ്റെ അകത്ത് വെളിപ്പെടുത്താനുണ്ട്. അതുമായി നിന്നെ നൃത്തം ചെയ്യിപ്പിക്കാനും എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. രണ്ടാമത്തെ സന്ദേശം, ഈ അധ്യായത്തിൽ 2 വാഗ്ദത്ത നിവർത്തി വെളിപ്പെടുന്ന ഒരധ്യായമാണ്. 2 പേരുടെ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടുക. അതിനകത്തും ആഴമേറിയ സന്ദേശമുണ്ട്. സ്തോത്രം. ഒന്ന്, എലിസബത്തിൽ വെളിപ്പെട്ട ദൈവപ്രവൃത്തി. എലിസബത്തിനെ കുറിച്ച് ബൈബിളിൽ വായിക്കുന്നു, അവൾ പ്രായം ചെന്നവളായിരുന്നു, അതായത് വൃദ്ധയായിരുന്നു. മറിയയെക്കുറിച്ച് വായിക്കുന്നു, അവൾ ടീനേജായിരുന്നു, അതായത് 20 വയസ്സിൽ താഴെ. എനിക്ക് സന്ദേശമുണ്ട്, എത്ര സമയം ദൈർഘ്യമായാലും ദൈവത്തിന് ചെയ്യാൻ പറ്റും. നീ വിചാരിക്കാത്ത സമയത്തിനും ദൈവത്തിന് ചെയ്യാൻ പറ്റും. സ്തോത്രം. അതുകൊണ്ട് അല്പം നീണ്ടുപോയവർ സങ്കടപ്പെടേണ്ട. ആ നീണ്ടുപോയ വിഷയത്തിനും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അല്ല, നീ വിചാരിക്കാത്ത സമയത്ത് നിൻ്റെ കുടുംബത്തിൽ അത് ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും.